ബ്രിട്ടീഷ് നീതിന്യായ മന്ത്രാലയം അടുത്തിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് രാജ്യത്തിന്റെ സാമൂഹിക ഘടനയും കുടിയേറ്റ നയങ്ങളെയും കുറിച്ച് ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ ഡേറ്റ കേവലം ഒരു സ്ഥിതിവിവര കണക്കല്ല, മറിച്ച് മനുഷ്യജീവിതങ്ങളുടെ ആഴമേറിയ ദുരന്തത്തിന്റെ പ്രതിഫലനമാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശ പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും പ്രത്യേകിച്ച് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഞെട്ടിക്കുന്ന വർധനവുണ്ടായതായും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ ബ്രിട്ടനെ പോലൊരു രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 2021-നും 2024-നും ഇടയിലുള്ള കാലയളവിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മന്ത്രാലയം പുറത്തുവിട്ടത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളും നിരവധിയാണ്. ബ്രിട്ടനിൽ മറ്റു കുറ്റകൃത്യങ്ങളെക്കാൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കാണ് ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം കൂടുതലുള്ളത്. ഇത് സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വിദേശ പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ഇന്ത്യൻ പൗരന്മാർക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ 257% വർധനവുണ്ടായി എന്നാണ്. ഈ കണക്കുകൾ ഒരു വലിയ സമൂഹം അനുഭവിക്കുന്ന വേദനയുടെയും ഭയത്തിന്റെയും പ്രതിഫലനമാണ്. ഇന്ത്യക്കാർക്ക് പുറമെ നൈജീരിയൻ പൗരന്മാർക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ 166% വർധനവും ഇറാഖിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ 160% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വിദേശ പൗരന്മാരിൽ ഇന്ത്യക്കാർ 3-ാം സ്ഥാനത്താണ്. 2021-ൽ 273 ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം 2024-ൽ 588 ഉയർന്നു. ഇത് 115% വർധനവാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ഓരോ ഇരയുടെയും കണ്ണുനീരിനും ഓരോ കുടുംബത്തിന്റെ വേദനയ്ക്കും ഈ റിപ്പോർട്ട് സാക്ഷ്യം വഹിക്കുന്നു. ഇത് മനുഷ്യത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു. ബ്രിട്ടനിലേക്ക് അനധികൃതമായി എത്തുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം ചെറിയ ബോട്ടുകളിൽ ബ്രിട്ടനിലെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണവും ഈ വർഷം അത് വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ബ്രിട്ടന്റെ അതിർത്തി സുരക്ഷയെക്കുറിച്ചും കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ പൗരന്മാർ സമർപ്പിച്ച അഭയാപേക്ഷകളുടെ എണ്ണവും ശ്രദ്ധേയമാണ്. ഈ കാലയളവിൽ 5474 അപേക്ഷകൾ ലഭിച്ചതിൽ 4000 അപേക്ഷകരും നിയമപരമായ വിസകളിൽ ബ്രിട്ടനിൽ പ്രവേശിച്ചവരാണ്. കൂടുതലും വിദ്യാർത്ഥി വിസകളിലാണ്. എന്നാൽ ഈ അപേക്ഷകളിൽ 20 പേർക്ക് മാത്രമാണ് അഭയം നൽകിയത്. ഭൂരിഭാഗം അപേക്ഷകളും നിരസിക്കപ്പെട്ടു. ഈ കണക്കുകൾ കുടിയേറ്റ നയങ്ങളുടെ പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ പ്രതിഫലനമാണിത്. ഈ പുതിയ കണക്കുകൾ ബ്രിട്ടനിലെ ഇന്ത്യക്കാരുടെ സാമൂഹ്യ നിലയെക്കുറിച്ചും കുടിയേറ്റ സമൂഹത്തെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകളും ഉയർത്തുന്നു. കുറ്റകൃത്യങ്ങളുടെ വർധനവ്, പ്രത്യേകിച്ച് വിദേശ പൗരന്മാർ ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ കുടിയേറ്റക്കാർക്കെതിരായ മുൻവിധികളെയും വംശീയ വിദ്വേഷത്തെയും ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് ബ്രിട്ടനിലെ ബഹുസാംസ്കാരിക സമൂഹത്തിനൊരു വെല്ലുവിളിയാണ്. ഈ പ്രശ്നത്തെ ഫലപ്രദമായി നേരിടാൻ ബ്രിട്ടീഷ് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുക. അനധികൃത കുടിയേറ്റം തടയാനും നിയമപരമായ കുടിയേറ്റം കൂടുതൽ സുതാര്യമാക്കാനും നയങ്ങൾ പരിഷ്കരിക്കുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുക. കുടിയേറ്റക്കാർക്കെതിരായ മുൻവിധികളെയും വംശീയ വിദ്വേഷത്തെയും ചെറുക്കാൻ സാമൂഹിക തലത്തിൽ ബോധവൽക്കരണം നടത്തുക. ഈ റിപ്പോർട്ട് ബ്രിട്ടൻ നേരിടുന്ന സങ്കീർണമായ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഒരു സൂചന മാത്രമാണ്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കും.